യല്ലാ നബ്ദ. ഇന്ന് നമ്മൾ വിൽ ബി എന്നതാണ് അല്ലേ. ഐ വിൽ ബി ദേർ, ഞാൻ അവിടെ ഉണ്ടാകും അല്ലേ. ആ പ്രയോഗമാണ് പഠിക്കുന്നത്. സോ ഐ വിൽ ബി, നമ്മൾ കാനയുടെ പലതും പഠിച്ചുല്ലേ, വാസ് എന്നത്. ഇനി വിൽ ബി എന്നാകുമ്പോൾ ബക്കൂൻ എന്നാ പറയാ. അന ബക്കൂൻ മൗജൂദ് ഹുനാക് അല്ലേ. ബക്കൂൻ അല്ലെങ്കിൽ ബിക്കൂൻ എന്നും പറയാം. ബക്കൂനാണോ ബിക്കുനാണോ? ആ, ബിക്കൂൻ അല്ലെങ്കിൽ ബക്കൂൻ. ഐ വിൽ ബി. അപ്പം ആ വിൽ ബിക്കാണ് എന്ത്, ബക്കൂൻ അല്ലേ. അന പറയുമ്പോൾ നിങ്ങൾ ബക്കൂൻ വെച്ചോളൂ, കാരണം നമുക്ക് ഹുവ ആവുമ്പോൾ ബിക്കൂൻ എന്ന് പറയാനുണ്ട്. അപ്പൊ പിന്നെ കൺഫ്യൂഷൻ വേണ്ട. ഓക്കെ, ബി യക്കൂൻ എന്നത് ബിക്കൂൻ എന്നായി മാറും. ഇനി അന ബിക്കൂൻ എന്ന് പറഞ്ഞാലും കുഴപ്പമില്ല. ഓക്കെ, സോ അന ബക്കൂൻ മൗജൂദ് ഹുനാക്, ഐ വിൽ ബി. അപ്പോൾ അതിന് ബക്കൂൻ എന്നുള്ള ടേം മാത്രമേ ഉള്ളൂ, വേറെ ഒന്നും നമുക്കില്ല. ഓക്കെ, നെക്സ്റ്റ് ഇൻതയാകുമ്പം എന്താ നമ്മൾ പഠിച്ചത്, പ്രസന്റ് ടെൻസിലാവുമ്പം തെക്കൂൻ അല്ലേ. സോ ബിത്കൂൻ എന്ന് പറയും, ബിത്കൂൻ. ഇൻത ബിത്തക്കൂൻ ആണ് അല്ലേ. നമ്മളിപ്പം ടെൻസ് പഠിച്ചപ്പം തെറോഹ് പഠിച്ചു, ഇൻത തെറോഹ്. അതുപോലെ തന്നെ തെക്കൂനിൻ്റെ മുന്നേ ബി ചേർത്ത് കൊടുത്താൽ മതി. ഇൻത ബിത്കൂൻ അല്ലേ, യു വിൽ ബി. ഇൻത ബിത്കൂൻ. ഇത് കേൾക്കുമ്പോൾ ചെറിയൊരു പ്രയാസം തോന്നും, പിന്നെ സെൻറ്റൻസ് ഉണ്ടാക്കുമ്പോൾ നിങ്ങൾക്ക് ഓക്കെ ആവും കേട്ടോ. അപ്പം ഇൻതി ആകുമ്പോൾ എങ്ങനെ വരിക, ബിത്കൂൻ. ആ ബിത്തക്കൂനീൻ ഇല്ലേ. നമ്മൾ തെറൂഹീൻ എന്നല്ലേ ഇന്തി പഠിച്ചത്. ആവുമ്പോ ഏ ഇന്തി ആ, ആവുമ്പോഴാണോ നമുക്ക് ചോദിച്ചേ? വേറൊരു വേർബ് എടുത്ത് പറയാം. അപ്പൊ തെറൂഹീൻ, ഇൻതി തെറൂഹീൻ, നീ പോകാറുണ്ട്. സോ അതിന്റെ മുന്നേ ബിയും കൂടി ചേർത്തിട്ട് ബി തെറൂഹീൻ അല്ലെങ്കിൽ ബി തെക്കൂനൂൻ എന്നത് ബിത് കൂനൂൻ എന്നാവും അല്ലെ. ഫ്യൂച്ചറിൽ യു വിൽ, ഷീ വിൽ ഗോ എന്ന് പറയുമ്പോൾ നമ്മൾ എന്താ പറഞ്ഞത്, ബി തെറൂഹീൻ, അത് ബിത്രൂഹീൻ എന്നാവും പറയുമ്പോൾ. അതുപോലെ ബി തെക്കൂനൂൻ അല്ലെങ്കിൽ ബി തെക്കൂനീൻ, ബിത് കൂനീൻ എന്നാവും, ബിത് കൂനീൻ. ഇൻതി ബിത് കൂനീൻ. ഓക്കെ, ക്ലിയർ ആണോ, യു വിൽ ബി എന്നത്. ഇനി ഹുവയാകുമ്പം ബി യക്കൂൻ ആണ്. ബി യക്കൂൻ എന്നത് ബിക്കൂൻ എന്നായി സംസാരത്തിൽ വരും, ബിക്കൂൻ. ഹുവ ബിക്കൂൻ, ഹി വിൽ ബി അല്ലെ. നാളെ അവൻ ഹി വിൽ ബി ബിസി ടുമോറോ, എങ്ങനെ പറയാ. അപ്പൊ അന ആവുമ്പോൾ എന്താണ്? അന ബക്കൂൻ എന്ന് പറഞ്ഞ് പഠിച്ചോളൂ. ബിക്കൂൻ ഒന്നും പറയാറുണ്ട്, അന ബക്കൂൻ എന്ന് പറഞ്ഞോളൂ കേട്ടോ. അന ബക്കൂൻ. ഇവിടെ ആ, ഇവിടെ നീട്ടാനുണ്ടല്ലേ ബിക്കൂൻ എന്നാണ് എഴുതിയത്. ബിക്കൂൻ എന്നും യൂസ് ചെയ്യാറുണ്ട്, അതുകൊണ്ടാണ് ബിക്കൂൻ എന്ന് വന്നത് കേട്ടോ. ബിക്കൂൻ എന്ന് അപ്പം സംസാരത്തിൽ എന്താ പറയാ? ബിക്കൂൻ എന്നാണോ പറയാ? ഹുവ. ബക്കൂൻ എന്നാണ്, അതാണ് രണ്ടും പറയാറുണ്ട്. ബക്കൂൻ എന്നാണ് കൂടുതൽ പറയാ. അന ബക്കൂൻ ഹുവ ബിക്കൂൻ. അന ബക്കൂൻ ഹുവ ബിക്കൂൻ. ഓക്കെ. ലൈക്ക് അന ബത്തസൽ, അന ബറോഹ് എന്നല്ല നമ്മൾ പറയാ. അപ്പോൾ അന ബക്കൂൻ. ഓക്കെ, ഹുവയാകുമ്പോ ബിക്കൂൻ. ഓക്കെ, സോ എന്താണ്, ഹി വിൽ ബി ബിസി ടുമോറോ. ഹുവ ബിക്കൂൻ മഷ്ഗൂല ബുക്കറ. മഷ്ഊൽ, മഷ്ഊൽ. ഹുവയാകുന്നു മഷ്ഊൽ. മഷ്ഗൂൽ സോ ഹുവ ബുക്കറ. ബിക്കൂൻ മഷ്ഊൽ ബുക്ര അല്ലെ, നാളെ അവന് ബിസി ആയിരിക്കും. ഷീ വിൽ ബി ആകുമ്പോൾ ബിത്കൂൻ തന്നെ, എഗൈൻ ഇൻതയുടെ അതേ പ്രയോഗം, ബിത്കൂൻ, അതായത് ബിത്കൂൻ. ഓക്കെ, ഷീ വിൽ ബി ബിത്കൂൻ. ഓക്കെ, ഷീ വിൽ ബി ഇൻ ദ മീറ്റിംഗ്. ഹിയ ബിത്കൂൻ ഫിൽ ഇജ്തിമാ. ഫിൽ ഇജ്തിമാ. ഓക്കെ, ഇനി നഹ്നു ആകുമ്പോൾ ബി നക്കൂൻ ആണ് അല്ലേ. നെറൂഹ് എന്ന് പറയുന്ന പോലെ നക്കൂൻ. സോ ബി നക്കൂൻ എന്നത് ബിൻ കൂൻ എന്നാവും അല്ലേ. വി വിൽ ബി ഗോയിങ് ടു ദുബായ് നെക്സ്റ്റ് മന്ത്, എങ്ങനെ പറയും. ബിനക്കൂൻ. എല്ലാരും ട്രൈ ചെയ്യൂ. ഇഹ്ന ബിനക്കൂൻ സഫർ ദുബായ് ആ എന്തേനു ഷഹ്റൽ ജായ്. സോ എങ്ങനെയാണ്, നഹ്നു ബിനക്കൂൻ അല്ലെങ്കിൽ ബിൻകൂൻ, നെറോഹ് അല്ലെങ്കിൽ നുസാഫിർ. സബ്ജക്റ്റ് നഹ്നു ആയതുകൊണ്ട് നുസാഫിർ അല്ലെങ്കിൽ നെറോഹ് അല്ലേ. ഇല ദുബായ് എന്താണ്, എന്നാ പറഞ്ഞത്, മന്തല്ലേ. സോ ഷെഹറുൽ ജായ്. ഓക്കെ, അടുത്ത മാസം ഞങ്ങൾ പോകും. ഇനി ഇൻതും ആകുമ്പോൾ ബിത്കൂനൂൻ അല്ലെങ്കിൽ ബിത്കൂനൂൻ, ഇൻതും ബിത്കൂനൂൻ അല്ലേ. ഇൻതും ബിത്കൂനൂൻ. സോ ഇൻത ബിത്കൂൻ, ഇൻതി ബിത്കൂനീൻ, ഇൻതും ബിത്കൂനൂൻ. ഓക്കെ, ഹും ആകുമ്പോൾ ബിയക്കൂനൂൻ അല്ലെങ്കിൽ ബിക്കൂനൂൻ എന്ന് പറയാം. ഹുവ ബിക്കൂൻ ആണ്, ഹും ബിക്കൂനൂൻ. ക്ലിയർ ആണോ. ചെറിയൊരു അപ്പൊ സംഭവം. യാന്നുള്ള സാധനം ഉപയോഗിക്കണ്ടല്ലോ ആക്ച്വലി. ഇല്ല. അബി റൂഹ് നമ്മൾ പഠിച്ചില്ലേ, ബി റൂഹ്, ബിൻ റൂഹ്, അങ്ങനെയൊക്കെയാണ് പറയാ. കൂടുമ്പം അതൊക്കെ ഒന്ന് സൈലന്റ് ആയി പോകും, സുക്കൂനാക്കപ്പെടും. അപ്പൊ യാ സുക്കൂനാകുമ്പോ പിന്നെ അത് വല്ലാണ്ട് കേൾക്കൂല. ഓക്കെ, അപ്പം
അപ്പൊ അതാണ് അപ്പൊ എന്ത് താ മാത്രം ചോദിച്ചാ മതി അല്ലേ? ഏ മറ്റേ ഇൻത വരുമ്പോ ഒരു താ വരുന്നുള്ളത് ആ മാത്രമേ ഉള്ളൂ. ബിത്കൂനു നമ്മള് തെറൂഹൊക്കെ പഠിച്ച പോലെ ഇൻത ആകുമ്പോ ഇൻതയുടെ താ അവിടെ വരണല്ലോ, അല്ലെങ്കിൽ പിന്നെ നമുക്ക് ആ ചേഞ്ച് മനസ്സിലാവാൻ പറ്റൂലല്ലോ. ഇതിന്റെ ഒക്കെ പ്രത്യേകത എന്താന്ന് പറയാം, ഇതിലൊന്നും നിങ്ങൾ സബ്ജക്റ്റ് പറയേണ്ട ആവശ്യമില്ല. ആ ഉം. പിന്നെ ആ കൂന് പറയുന്ന അതിൽ നിന്ന് തന്നെ എന്താവും ആരാ ചെയ്യുന്നത് എന്നുള്ളത് മനസ്സിലാവും. ആ, ഓക്കെ, നമ്മൾ വേർബ് yes, പഠിച്ച yes. പോലെ തന്നെ വേർബ് പറയുമ്പോൾ സബ്ജക്റ്റ് പറയേണ്ട ആവശ്യമില്ല, വേർബിൽ തന്നെ ഉണ്ടാവും ആരാ ചെയ്തത് എന്നുള്ള സബ്ജക്റ്റ്. ഓക്കെ, ഉം. അതുപോലെ തന്നെയാണ് ഇവിടെയും. ഇനി എന്താണ്, ഐ വിൽ ബി ടയേർഡ് ടുഡേ. أنا അതായത് ഫുൾ ഒരു بكون വലിയ സെന്റൻസ് വരാം നമുക്ക്. ഐ ഹാവ് ലോട്ട് ഓഫ് വർക്ക് ടുഡേ, സോ ഐ വിൽ ബി ടയേർഡ് ടുഡേ. عندي ആ شو അതന്നെ. شغل كثيرا ആ اليوم. ആ അത് ഒരു അത് ഇതായില്ലേ? بكون സോ تعبان സോ اليوم സോ അതുകൊണ്ട് ഞാൻ എന്താവും, ഐ വിൽ ബി عشان ടയേർഡ് ടുഡേ. عشان أنا بكون تعبانة اليوم. യെസ്, മനസ്സിലാവുണ്ടോ? എല്ലാവർക്കും മനസ്സിലാവുണ്ടോ? ഷംന. ഓക്കെ, ഇനി ഞാൻ ഓരോരുത്തരോട് ചോദിക്കാം. شامنة بوي അവള് ഒരു ഓണാക്കിയിട്ട് പോയോ? നമ്മളിപ്പോ മോള് എന്താ? തലവേദന. അല്ലല്ലല്ല, ഞാൻ അല്ല പറഞ്ഞില്ല, ഞാൻ മ്യൂട്ടാന്ന് അറിയില്ല. മ്യൂട്ടാക്കിയാണ് ഓക്കെ ഓക്കെ ഓക്കെ. നെക്സ്റ്റ്, നീ നാളെ ബിസി ആയിരിക്കും. ഷംന പറയൂ. അതെ, ആണിനോട് പറ, ഹസ്ബൻഡിനോട് പറയണത് യു വിൽ ബി ബിസി ടുമോറോ. നാളെ ഞാൻ നിങ്ങളെ വെറുതെ വിടൂല. യു വിൽ ബി ബിസി ടുമോറോ. بتكون ആ مشغول ആ بكرة. ആ بتكون مشغول بكرة. So if you want rest, take today. if you want إذا ഉം. rest. If you want എന്തേനു? rest. إذا أنت مرتاح. എന്താ അതിന്റെ അർത്ഥം ഒന്ന് പറഞ്ഞു, അതന്നെ. ഷഹലൊന്ന് പറയൂ. ഇതാ ഇന്നത്തെ മുർത്താഹ് എന്ന് പറയുന്ന അർത്ഥം എന്താ? إذا എന്ന് പറയുമ്പോ ഇഫ്, ആ ഇൻത എന്ന് പറയുമ്പോ നിങ്ങൾക്ക് നിങ്ങൾക്ക് നല്ലല്ലോ ഒരു ഇൻതാന്ന് മിനിറ്റ്. പറയുമ്പോ. ഇൻതാന്ന് പറയുമ്പോ യു നീ എന്ന്. ആ യു യു ആ യു. ആ മുർത്താഹ എന്ന് പറയുമ്പോ റിലാക്സ്ഡ് റെസ്റ്റ് അല്ലേ എന്നല്ലേ? ആണ്. അപ്പൊ അതിന്റെ അർത്ഥം എങ്ങനെ വരിക? ഇഫ് യു റെസ്റ്റ് എന്നോ? ഇഫ് യു വാണ്ട് റെസ്റ്റ് അപ്പൊ തബ അല്ലേ? സോ ഇതാ തബാ റാഹ. ഓക്കെ, അല്ലെങ്കിൽ അല്ലേ റാഹ, നമ്മൾ പഠിച്ച റാഹ. അപ്പൊ മുർത്താഹ എന്ന് മുർത്താഹ് എന്ന് പറഞ്ഞതിനാലുള്ള മീനിങ് പറഞ്ഞാല് എന്താ? റെസ്റ്റ് എടുക്കുന്ന ആളാണ്, റെസ്റ്റാണ്, ഞാൻ കംഫർട്ടബിൾ ആണ് എന്നുള്ള രീതിയിലാണ് വരിക. ഓക്കെ, റെസ്റ്റ് നമ്മൾ വക്ത് ഇസ്തിറാഹ അല്ലെങ്കിൽ വക്ത് റാഹ എന്നൊക്കെ പഠിച്ചു. റാഹ എന്ന് പറഞ്ഞാൽ മതി. സോ ഇതാ തബ റാഹ ടേക്ക് ടുഡേ. പറയൂ ഷംന. You take rest now. ടേക്ക് ടുഡേ, ഇന്നെടുത്തോളി. റെസ്റ്റ് വേണമെങ്കിൽ ഇന്നെടുത്തോളി. നാളെ ഇൻത ബിത്കൂൻ മഷ്ഗൂൽ. സോ ടേക്ക് ടുഡേ. إذا ആ إذا تبع راح. അബാണോ ഇതാ തബ റാഹ അൽയൗം ടേക്ക് ടുഡേ. ടേക്ക് ടുഡേ എന്നുള്ള കൂടെ പറയൂ. ഖുദ് അൽയൗം, ഖുദ് അൽയൗം. ഓക്കെ, خذ اليوم. ഖുദ് അൽയൗം. ബിക്കോസ് എന്താണ്? ബിക്കോസ് ആശാൻ ഇൻത ബിത്കൂൻ മഷ്ഗൂൽ ബുക്ര. നാളെ നിങ്ങൾ ബിസി ആയിരിക്കും അല്ലേ? ഇനി നെക്സ്റ്റ് അടുത്ത ആള് ഷെറിൽ പറയൂ. ഓക്കെ ചെറുതോതി ഓക്കെ. വിൽ യു ബി റെഡി ബൈ 5 o'clock? പെണ്ണിനോടാ ചോദിക്കും. ഷെഹലിനോട് ചോദിക്കാണ്, നാളെ 5 മണിയാകുമ്പോഴേക്കും റെഡി ആവുമോ? വിൽ യു ബി റെഡി ബൈ 5 o'clock? Will you be ready by 5? യു വിൽ ബി പെണ്ണിനോടാണെങ്കിൽ ഇൻതി. ഇന്തി ബിത്തക്കൂനൂൻ ബിത്കൂനീനാണ്. ബിത്കൂനീൻ ബിത്കൂനീൻ. റെഡിക്ക് എന്താ പറയാ? ജാഹിസ് അപ്പൊ പെണ്ണായതുകൊണ്ട് ജാഹിസീൻ ജാഹിസ. ജാഹിസീൻ എന്നത് പ്ലൂറൽ ആവുമ്പോഴാ പറയാ. നഹ്നു ജാഹിസീൻ, ഞങ്ങൾ റെഡിയാണ് അല്ലേ? പെണ്ണാവുമ്പോ ജാഹിസ. സോ ബിത്കൂനീൻ ജാഹിസ എപ്പോഴാണ്? 5 o'clock. at 5 o'clock. في الساعة 5 അല്ലേ? സോ ബിത്കൂനീൻ ജാഹിസ ഫി الساعة 5. 5 മണിയാകുമ്പോഴേക്കും ഈ റെഡി ആവുമോ?
നമ്മൾ ചോദിക്കാറുണ്ട് അല്ലേ? അപ്പം അവിടെയൊക്കെ നമുക്കിത് യൂസ് ചെയ്യണം അല്ലേ? നെക്സ്റ്റ് അപ്പം ഉഖ്ത് പിന്നെ അടുത്ത ഷഹല പറഞ്ഞില്ലല്ലോ. യെസ്, ഉഖ്ത് ഷഹല പറയൂ. ഹി വിൽ ബി പ്രസന്റ്. എവിടെയാണ്? ഹി വിൽ ബി പ്രസന്റ് നിയർ ദി ഹോസ്പിറ്റൽ. He will be present near അത് അവന് the. ഹോസ്പിറ്റലിന്റെ അടുത്ത് ഉണ്ടാവുമായിരിക്കും. സോ ഹുവയാണ്. Oh, هو بيكون موجود قريب مستشفى. مستشفى. اوكي احسنت. next yes, if you buy a new dress she will be happy. അപ്പോൾ ഷംന പറയൂ. if you buy her a new dress she will be happy. if إذا أشتري അഷ്തരി ആവുമ്പോ എന്താണ് അർത്ഥം വരിക? buy അല്ലേ? ആരാണ് അഷ്തരിയിൽ ബൈ ചെയ്യണത്? യു ആരോടാണ്? പെണ്ണിനോട്? ആണിനോട്? if you buy a new dress. ആണിനോട് എങ്ങനെയായാലും ആ വരൂല. അഷ്തരി പറയുമ്പോ ഞാൻ വാങ്ങുക എന്നാണ്. ഓക്കെ. ഹസ്ബൻഡിനോട്. ഇതാ തഷ്തരി മലാബിസ്. if you buy dress I will be if happy. you buy new dress for her ആണ്. അപ്പൊ നമ്മള് ആ തഷ്തരി ഹ എന്ന് പറയണം. ആ തഷ്തരിയുടെ എൻഡിൽ തന്നെ ഹ അവൾക്ക് അല്ലേ? ഇതാ തഷ്തരി ഹ ജദീദ് മലാബിസ് എന്താണ്? മലാബിസ്. she will be happy. she will be. ഹിയ ബിത്കൂൻ സഈദ. ക്ലിയർ അല്ലേ? هي بتكون അല്ലേ? ബിത്കൂൻ അതല്ലേ പറഞ്ഞത്? ആണല്ലോ അല്ലേ? ഇസ്തിരി അൻഹാന്ന് പറയാൻ പറ്റുമോ? ഏ ഇസ്തിരി അൻഹാന്ന് പറയാൻ പറ്റുമോ? ആൻഹാന്നും പറയാം, അവൾക്ക് വേണ്ടിയിട്ട് വാങ്ങിക്കൊടുക്കുക. പക്ഷെ ഇസ്തരിഹ എന്ന് തന്നെ പറഞ്ഞാൽ മതി. അല്ലെങ്കിൽ ലക്ക് എന്ന് പറയാം. ലക്കി അലക്കി എന്ന് പറഞ്ഞാൽ മതി. ഓക്കെ, തഷ്തരി ലഗ് അവൾക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ അവൾക്ക് അതും പറയാം. ഓക്കെ, നെക്സ്റ്റ്. യെസ്, എന്താണ്? വി വിൽ ബി ലേറ്റ്. ബാക്കിയും കൂടെ പറയാം. ഒരു ഫുൾ വലിയ സെന്റൻസ് ഉണ്ടാക്കും. അപ്പോൾ നമ്മളതൊക്കെ പഠിക്കുള്ളൂ. എന്തുകൊണ്ടാണ് നമ്മൾ ലേറ്റ് ആവുക? because of the traffic. we will be late because of the traffic. പറയൂ അടുത്ത ആള്. we will be late. നഹനു ഇഹ്ന ബിക്കൂൻ ബിൻകൂൻ എന്ന് പറഞ്ഞത്. ബിൻകൂൻ ലേറ്റ്. മുതഅഖിരീൻ ഇലൽ ഇല്ലല്ലോ, because of traffic. so because of ആശാൻ സഹ്മ. ഓക്കെ, ഒന്നുകൂടി കൂട്ടി പറയൂ. നഹ്നു ബിനകൂൻ മുതഅഖിരീൻ അശാൻ സഹ്മ. ഓക്കെ, ക്ലിയർ ആണോ? ഇനി അടുത്ത ആള് എന്താണ്? എഗൈൻ ഇവിടെ റെഡി തന്നെയാണ് വരുന്നത്. ഓക്കെ, യു ഓൾ വിൽ ബി റെഡി ഫോർ ദ പാർട്ടി. ഓക്കെ, you all will be ready. അൻതും ബിത്കൂനൂൻ. യെസ്, ബികൂനൂൻ ജാഹിസീൻ. പാർട്ടി എന്തായിരുന്നു? ഹഫ്ല. ഹഫ്ല. ഓക്കെ, ഹഫ്ല. ഇനി അടുത്ത ആള് പറയൂ എന്താണ്? യെസ്, ഹഫ്ല നല്ല പാർട്ടി. ഹഫ്ല. സോ ദേ വിൽ ബി ഇൻ റിയാദ് വെൻ യു റീച്ച് ദേർ. അടുത്ത ആള് പറയൂ. ഈ എത്തുമ്പോഴേക്കും ഓരെന്തുണ്ടാവും? റിയാദിൽ എത്തിയിട്ടുണ്ടാവും അല്ലേ? സോ ദേ വിൽ ബി ഇൻ റിയാദ് വെൻ യു റീച്ച് ദേർ. അടുത്ത ആള് പറയൂ. ആരാണ് അടുത്തത്? ഹും ബികൂനൂൻ ഫിൽ റിയാദ് വെൻ എന്ന് പറയുമ്പോൾ മിത്ത അല്ല, ലമ്മ when you reach there. വസൽത്ത് എത്തിയാണ്. യു റീച്ച് പ്രസന്റ് ആയിട്ട് വരും. സോ തൗസൽ എന്ന് പറയും അല്ലേ? തൗസൽ. ഓക്കെ, തൗസൽ ഹുനാക്. അല്ലെ, നീ അവിടെ എത്തുമ്പോൾ എന്താണ്? ഹും ബികൂനൂൻ ഫി റിയാദ്. അവര് റിയാദിൽ എത്തിയിട്ടുണ്ടാവും. സോ ഇത് സംസാരത്തിൽ കുറേ ഒന്നും പറയില്ല. നമ്മൾ ഇതൊക്കെ പറയും. എന്തേ? വാട്ട് ടൈം വിൽ ബി ദ മീറ്റിംഗ്? എങ്ങനെ ചോദിക്കും?
What time will be the meeting? അല്ലെങ്കിൽ എപ്പോഴാണ് മീറ്റിംഗ്, വെൻ വിൽ ബി ദ മീറ്റിംഗ്. From silent. അതൊന്നും വേണ്ട. വെൻ വിൽ ബി ദ മീറ്റിംഗ്. മീറ്റിംഗ് എപ്പോഴായിരിക്കും? വെൻ. متى متى بيكون بيكون اجتماع. بيكون متى بيكون اجتماع. എപ്പോഴാണ് മീറ്റിംഗ് അല്ലേ? ദ മാനേജർ വിൽ ബി പ്രസന്റ് അറ്റ് ദ മീറ്റിംഗ്. مدير موجود. മുദീർ ബിക്കൂൻ വിൽ ബി ആണ്, നമുക്ക് ഉറപ്പില്ല. بيكون അപ്പൊ ബിക്കൂൻ موجود പറയണം. മുദീർ ബിക്കൂൻ മൗജൂദ് Bonjour. ഫിൽ ഇജ്തിമാ في അലൽ الاجتماع. ഇജ്തിമാ അല്ലെ, മീറ്റിംഗിൽ അവർ ചിലപ്പോൾ ഉണ്ടാവും, വിൽ ബി എന്നുള്ള രീതിയിൽ. മനസ്സിലാവുണ്ടോ? സോ ക്ലാസ് ഒക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ ബിക്കൂന് കേട്ടില്ല എന്ന് പറയാൻ പാടില്ല നിങ്ങളെ. സോ വിൽ ബി എന്നതിൽ നമുക്ക് ബിക്കൂൻ എന്ന ആ ഒരു യൂസേജ് മാത്രമേ ഉള്ളൂ. ക്ലിയർ ആണോ? ബിക്കൂൻ അല്ലേ? സോ കാനയുടെ ഒരു ചാപ്റ്റർ പഠിച്ചു, ബിക്കൂനും പഠിച്ചു, വാസും അതുപോലെ തന്നെ വിൽ ബി എന്നത്. രണ്ടും കാനയുടെ ഫോമാണ്. നമ്മൾ ഈസ് വാസ് വിൽ ബി എന്ന് പറയുന്ന, ഈസ് വാസ് വേർ പിന്നെ ഒരു വിൽ ബി ആണല്ലോ പോവുക, അതേപോലെ തന്നെയാണ് ഇവിടെയും വരുന്നത്. ക്ലിയർ ആണോ? അപ്പം നന്നായി പ്രാക്ടീസ് ചെയ്യുക, സെൻറ്റൻസ് മേക്ക് ചെയ്യുക, അപ്പോഴാണ് ഇത് കിട്ടുള്ളൂ കേട്ടോ നിങ്ങൾക്ക്. ഓക്കെ തമാം. ക്ലിയർ അല്ലേ? മനസ്സിലായില്ലേ? സംഭവം മനസ്സിലായില്ലേ? സംഭവം മനസ്സിലായി. ഇനി എന്ത് ചെയ്യേണ്ടത്? പ്രാക്ടീസ് ചെയ്യണം കേട്ടോ. നമ്മൾ ആ ടെൻസ് ആണ് പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ വരുന്നൊക്കെ നമുക്ക് ഏകദേശം ഈസി ആയിരിക്കും. ഓക്കെ, ഏകദേശം ഒക്കെ അതിൻ്റെ അതേ ഫോമിലായിരിക്കും പിന്നെ വരുന്നതൊക്കെ അല്ലേ? പ്രസന്റ് ടെൻസ് പഠിച്ചുകൊണ്ട് ഫ്യൂച്ചർ എളുപ്പമായി അല്ലേ? പ്രസന്റ് ടെൻസിൽ നമുക്ക് എത്ര വൊക്കാബ് നമ്മൾ കാണാൻ പഠിക്കേണ്ടി വരും ദിവസം? ഞാൻ പറയല് ഒരു 20 എങ്കിലും നിങ്ങൾ പഠിക്കണം. എന്നാൽ തന്നെ എന്തെങ്കിലും പഠിക്കുമോ എന്ന് ആലോചിച്ച് നോക്കി നിങ്ങള്. അല്ലെങ്കിൽ വേണ്ട ഒരു 10 വൊക്കാബുലറി. പിന്നെ എങ്ങനെ ഡെയിലി പഠിക്കാതെ എത്ര കാലായി ഇപ്പൊ നിങ്ങൾ പഠിക്കുന്ന? നിങ്ങൾ എന്തെങ്കിലും ഡെയിലി പഠിച്ചെന്നാല് മോഡ്യൂളിലുള്ളതെങ്കിലും പഠിച്ചോ? പുതിയത് പണ്ടേ അറിയുന്നതല്ലേ എപ്പോഴും അറിയുള്ളൂ അല്ലേ? അല്ലല്ല, അങ്ങനെയല്ല, അതിനേക്കാൾ കുറച്ചും കൂടെ ഒക്കെ അറിയാം. അറിയാം. ഓക്കെ, മാഷാ. ഓക്കെ, അറ്റ്ലീസ്റ്റ് മനസ്സിലാവണേലും ഉണ്ട്. ഓക്കെ. അതെങ്കിലും നിങ്ങൾ പറയണം. മറ്റത് ഞാൻ ഇതൊക്കെ പഠിപ്പിച്ചിട്ട് ലാസ്റ്റ് എനിക്കൊരു ടീച്ചർ ഉണ്ടായിരുന്നു അറബി പഠിപ്പിക്കണേ, എന്നിട്ട് ഇപ്പൊ ഒന്നും അറിയില്ല നിങ്ങൾ പറയാൻ പറ്റും. ഞങ്ങളതാണ്, ഞങ്ങൾ അവർക്ക് കുറച്ചെങ്കിലും അറിയുന്നു, ഒന്നും അറിയാത്ത ഞാൻ കുറച്ചെങ്കിലും പഠിച്ചില്ല ടീച്ചറെ. അപ്പൊ നിങ്ങൾ ട്രൈ ചെയ്യണം. നമുക്ക് ഈ വൊക്കാബ് തപ്പണം, പിന്നെ ഈ ടെൻസ് നോക്കണം, പിന്നെ അതാ ഞാൻ പറയുന്നത്. നിങ്ങൾ ഡെയിലി കൊറേ ടൈം എടുക്കാണ് പറയാൻ. ടെൻസിനേക്കാളും വൊക്കാബാണ് വേണ്ടത്. വൊക്കാബ് കുറെ ഉണ്ടെങ്കിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യാം. ടെൻസ് പിന്നെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. ജസ്റ്റ് വൊക്കാബ് കുറെ ഉണ്ടെങ്കിൽ ആക്ഷൻ കാണിച്ചാലും മതി എന്നാണ് എൻ്റെ ഒരു ഇത്. പിന്നെ ഡെയിലി 2 വേർഡ് സെന്റൻസ് ഉണ്ടാക്കങ്ങള്. ജസ്റ്റ് അതേ ഞാൻ സ്റ്റുഡൻസിനോടൊക്കെ ഒരു 2 സെന്റൻസ് എന്നും ഉണ്ടാക്കങ്ങള്. അത് പ്രാക്ടീസ് ചെയ്ത് പഠിക്കുക. അപ്പൊ എല്ലാം പഠിക്കുക. അതായത് നിങ്ങൾ എന്നും മക്കളോട് പറയുന്ന അല്ലെങ്കിൽ ചെയ്യണ എന്തെങ്കിലും കാര്യങ്ങൾ എഴുതിയിട്ട് വെക്കുക, 2 സെന്റൻസ്. അത് നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ ആ വേർബും ആ സംഭവം നിങ്ങൾ പഠിച്ചു. പിന്നെ നെക്സ്റ്റ് ഡേ വേറെ എന്തെങ്കിലും അത് ചെയ്താൽ മതി. ജസ്റ്റ് 2 സെന്റൻസ് അത്ര ഞാൻ പറയാം. ആ സെന്റൻസിൽ വേർബ് വരും, എന്തായാലും ഒരു ടെൻസ് അതിൽ വരും അല്ലേ? അല്ലെങ്കിൽ ഒന്ന് ഡയറി എഴുതുക. അടുത്ത ക്ലാസ്സിനും കൂടി ഞങ്ങളൊന്ന് കേറ്റോ? അടുത്ത ബാച്ചിനാണ് ഉദ്ദേശിച്ചത്. അടുത്ത ബാച്ച് 103 കഴിഞ്ഞു, നിങ്ങളെ മുന്നിലെത്തി 103. ഓക്കെ, 104 എനിക്കൊന്ന് 27 മോഡ്യൂൾസ് ഒക്കെ ആയി തോന്നുന്നു. 105 പിന്നെ ഇംഗ്ലീഷ് ബാച്ചാണ്. ഓക്കെ, ഇപ്പൊ ചെറുതായിട്ട് ഒരു ഐഡിയ ഒക്കെ കിട്ടി. ഇനി ചിലപ്പോ ഒന്നും കൂടി കേട്ടാ ചിലപ്പോ ഞങ്ങളെപ്പോലത്തെ ബാച്ച് വേറെ ഉണ്ടാവില്ല. അല്ല, എല്ലാ ബാച്ചിലും ഇങ്ങനെയൊക്കെ തന്നെയാണ്. കുറച്ച് സ്റ്റുഡൻസ് ഡെയിലി എല്ലാം അറ്റൻഡ് ചെയ്യുന്നവരുണ്ട്. അവർ നല്ല ഓക്കെയാണ് ഇപ്പം, കറക്റ്റ് അറ്റൻഡ് ചെയ്ത് ആക്ടിവിറ്റി ചെയ്ത്. ഞാൻ പിന്നെ നമ്മൾ വാട്സപ്പ് ക്ലാസ് ഉണ്ടല്ലോ, ഇപ്പോൾ പുതിയ ബാച്ചിനൊക്കെ ഇപ്പോൾ വാട്സപ്പ് ക്ലാസ് നിങ്ങൾക്ക് അയച്ചിട്ട് ഒരു റെസ്പോണ്ടും ഇല്ല. ആദ്യത്തെ ഒരു ക്ലാസ്സിന് മാത്രം എനിക്ക് റെസ്പോണ്ട് വന്നു, പിന്നെ ആരും ഞാൻ വോയിസ് അയച്ചതിനൊരു റിപ്ലൈ ഇല്ല. ഒക്കെ ചെയ്യുന്നവർ ആയ സ്റ്റുഡൻസ് നല്ല ഇമ്പ്രൂവ്മെന്റ് ഉണ്ട്. നിങ്ങൾക്കും ഇമ്പ്രൂവ്മെന്റ് ഉണ്ട് കേട്ടോ, ഞാൻ പറയുന്നില്ല. പക്ഷെ ഇതൊന്നും എന്താണ് ഞങ്ങക്ക് വിഷമാവെന്ന് വിചാരിച്ച് പറയാതിരിക്കണ്ട. അല്ലല്ലോ, നമുക്ക് ആ മാറ്റം മനസ്സിലാവുമല്ലോ. എന്തൊക്കെയായാലും ഒരു സെന്റൻസ് ഉണ്ടാക്കാൻ പറ്റുമെന്ന് പറയുമ്പോൾ അത് വലിയൊരു കാര്യമല്ല. അറ്റ്ലീസ്റ്റ് നിങ്ങൾ ഉണ്ടാക്കുന്നുണ്ടല്ലോ.
അല്ല, ഞാൻ എഴുതി വെച്ചിന്, പക്ഷെ അത് ഫുൾ ആയിട്ടില്ലാന്നേ ഉള്ളൂ. ഹൗ വാസ് യെസ്റ്റർഡേ, നത്തിങ് സ്പെഷ്യൽ ആസ് നോർമൽ. പക്ഷെ അതൊന്നും കുറെ വേർഡ്സ് ഒന്നും കിട്ടിയില്ല, അപ്പൊ അതവിടെ വെച്ച്. അല്ല അത് എൻ്റെ അടുത്ത് ചോദിച്ചാൽ മതി, ജസ്റ്റ് ഒരു മെസ്സേജ് അയച്ചപ്പോൾ അല്ല, ടീച്ചർ. അത് കംപ്ലീറ്റ് ആക്കാൻ വെച്ചതാ, പക്ഷെ കംപ്ലീറ്റ് ആക്കിയില്ല. എൻ്റെ അടുത്ത് ചോദിച്ചാൽ മതി, നിങ്ങൾക്ക് കിട്ടുന്നില്ല അപ്പൊ തന്നെ ഞാൻ പറഞ്ഞു തരും എങ്ങനെ. അപ്പൊ അല്ലെങ്കിൽ എപ്പോഴും സമയം ഞാൻ ഒരു വലിയ ഫാക്ടറാണ് ടീച്ചറെ. എന്താണ് സമയം വലിയൊരു ആണ് ഫാക്ടറാണ് പറയും. ഇപ്പത്തെ ഈ ഒരു നമ്മളെ ഇപ്പൊ ഈ ഒരു ലാസ്റ്റ് 3 years നമുക്ക് സമയം എന്ന് പറയുന്നത് ജസ്റ്റ് ഫ്ലൈയിങ് അല്ലേ. നമുക്ക് നമ്മൾ അത് ശരിക്കും മാനേജ് ചെയ്യുന്ന വേണം, അല്ലാതെ നമുക്ക് സമയത്തിന് പിടിച്ചാൽ തന്നെ കിട്ടൂല. ഞങ്ങൾക്കൊക്കെ അത്ഭുതമാണ് ഒരു വീക്കെൻഡ് എത്ര പെട്ടെന്നാ ആവണത്. രാവിലെ എണീറ്റ് കുട്ടികളെ പറഞ്ഞൊന്ന് അടുക്കളയിൽ തിരിഞ്ഞ് ഒന്ന് ഇതാവുമ്പോഴേക്കും വൈകുന്നേരമായി, ക്ലാസ് കഴിഞ്ഞു, ഡിന്നറായി, കിടക്കാനായി. അതിൻ്റെ ഇടയിൽ നമ്മൾ സമയം കണ്ടെത്തന്നെ വേണം. ഇപ്പം ഞാനും നിങ്ങളെപ്പോലെ പഠിക്കുകയാണ്, ഇപ്പോഴും ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. കാരണം നമ്മളൊന്നും നാറ്റീവ്സ് അല്ലല്ലോ, നമ്മളിങ്ങനെ പഠിച്ചും കേട്ടും അറിഞ്ഞത്. ഇത്രയും വക്കാബ് പഠിക്കാന്, എന്താണ് ഇത്രയും വക്കാബ് പഠിക്കാൻ എത്ര വർഷം എടുത്ത്? എത്ര വർഷം, കുറേ ആയി. ഞാനിപ്പോൾ ഇന്നും ഞാൻ കുക്കുന്ന ഞാൻ ബിരിയാണിയാണ് ഉച്ചക്ക് ഉണ്ടാക്കിയത്. സോ ലമ്മ എന്താണ് സൗവൈത്ത് ബിരിയാണി, ഞാൻ ബിരിയാണി ഉണ്ടാക്കിയ സമയത്ത് അതിനാ എന്താണ് ഞാൻ അറബിക് വീഡിയോ കേട്ടിരുന്നു അല്ലെങ്കിൽ കണ്ടിരുന്നു എന്ന് എങ്ങനെ പറയാം. അനഷുഫ് ആ ആ, വീഡിയോ തന്നെയാണ്, വീഡിയോ അറബിയിലെ. അറിയും. അപ്പൊ ഞാൻ ഇന്ന് വരെ കേട്ടിട്ടാണ് ഞാൻ മീൻസ് കേട്ടിട്ടാണ് ഞാൻ അടുക്കളയുള്ള സമയത്തൊക്കെ ഞാൻ പ്ലേ ചെയ്യും എന്തെങ്കിലും ഒരു വീഡിയോസ്. എനിക്ക് എന്തെങ്കിലും പുതിയതൊന്നും അതിന് കിട്ടും. അത് എനിക്ക് അടുക്കളയിൽ ഒരു നോട്ട്ബുക്ക് ഉണ്ട്, എനിക്ക് 2 ബെഡ്റൂമിൽ ഒരു നോട്ട്ബുക്ക് ഉണ്ട്, മനസ്സിലായോ. ഇനി ആ നോട്ട്ബുക്ക് എടുക്കാൻ കൈ നനഞ്ഞ സമയത്തൊക്കെയാണ് ജസ്റ്റ് ഞാൻ എന്ത് ചെയ്യും, മൊബൈലിലെങ്കിലും അത് ഫീഡ് ചെയ്യും, എന്നിട്ട് പിന്നെ ഞാൻ റെഫർ ചെയ്യും, എന്നിട്ടൊരു സെൻറ്റൻസ് ഉണ്ടാക്കും. ഇപ്പം എനിക്ക് അറബി പഠിച്ച ഡയറികൾ ഫുള്ളായ ബുക്കുകൾ വരെ ഉണ്ട്. അന്ന് മുതൽ പഠിക്കുമ്പം പ്രിൻ്റ് ഔട്ട്സുകൾ കുറേ ഉണ്ട്. അപ്പോൾ കുറേയൊക്കെ നമ്മൾ ട്രൈ ചെയ്യണം. ജസ്റ്റ് ഇപ്പം നിങ്ങൾ നോക്കൂ, ജസ്റ്റ് 2 months തന്നെ എത്ര ഷോർട്ട് പീരിയഡാണ് അല്ലേ. പക്ഷെ എന്നാലും നിങ്ങൾക്കൊക്കെ ഭാഗ്യമാണ്, നമ്മളൊന്നും സമയത്ത് നമുക്ക് ഇങ്ങനെ പറഞ്ഞു തരാനും എടുത്തു തരാനൊന്നും ആരും ഉണ്ടായില്ല. ഇപ്പോഴല്ലേ അക്കാഡമീസും പിന്നെ ക്ലാസ്സസൊക്കെ വന്നത്, പണ്ടൊന്നും അങ്ങനെ ഇല്ലല്ലോ. ഇപ്പം ടീച്ചറിന്റെ മാനേജർ അറബിക്കല്ല അങ്ങനെ പഠിച്ചത് ആ അറബിക്കാണോ? ഞാനോ ആ, ഞാൻ ബിസിനസ്, ഞാൻ പിന്നെ MBA ഇൻ ഫിനാൻസ് ആൻഡ് മാനേജ്മെൻറ്റ്, CA ഇൻ്ററാണ്. ഞാൻ കോർപ്പറേറ്റിലായത് കുറേ വർഷം ജോബ് ചെയ്തത്. അറബി പഠിക്കേണ്ട ആഗ്രഹമാണ്, നമ്മൾ പറയില്ല ആഗ്രഹം കൊണ്ട് പഠിക്കുമല്ലോ നമ്മൾ, അങ്ങനെയാണ്. നല്ല ആഗ്രഹമുണ്ട്. ആ ആഗ്രഹം മാത്രം ഉണ്ടായിട്ട് കാര്യമില്ല, ദുആ ചെയ്തിട്ടും കാര്യമില്ല, ട്രൈ ചെയ്യണം. ഹാർഡ് വർക്ക്, എല്ലാത്തിൻ്റെ ബിഹൈൻഡ് ഹാർഡ് വർക്കാണ്. ഞാൻ കുറേ കാലം വർക്ക് ചെയ്തു, എനിക്കൊക്കെ എല്ലാം കഴിഞ്ഞു. ഇപ്പം ഞാനിങ്ങനെ ഫ്രീ ആയി നിൽക്കുമ്പോഴും ഉണ്ടല്ലോ, നമുക്കൊന്നും ചെയ്യാണ്ടിരിക്കാൻ എനിക്ക് പറ്റൂല, പണ്ട് മുതലേ വർക്ക് ചെയ്ത ആളായതുകൊണ്ട്. സോ ഞാൻ വിചാരിച്ചു എന്ത് ചെയ്യാം, അറബി പഠിക്കാം. അപ്പോൾ പഠിപ്പിക്കുമ്പോൾ നമ്മൾ പിന്നെയും പഠിക്കും അല്ലേ. നമ്മളൊരാൾ അതെ. അത് നമ്മൾ ഇന്ന് പറഞ്ഞതേ ഞങ്ങൾ ഉള്ളൂ. ഇന്നലെ പ്ലാൻ ചെയ്ത് വേറെ അത് നിങ്ങൾ ആരെങ്കിലും ജൂനിയേഴ്സിന് എടുത്ത് പഠിപ്പിച്ചോളേ. നമ്മളെ ക്ലാസ്സിൽ തന്നെ വരാത്ത ആൾക്കാർക്ക് എടുത്തു കൊടുത്താലോ, അല്ലെങ്കിൽ മതി ഉറപ്പായിട്ട് നിങ്ങൾ അങ്ങനെ എടുത്തു കൊടുത്താൽ മതി, നിങ്ങൾ പെട്ടെന്ന് പഠിക്കും. കാരണം പഠിപ്പിക്കുമ്പോൾ നമുക്കൊരു മാന്യത വേണ്ടേ. സോ അതിന് വേണ്ടി അങ്ങനെ ടീച്ചർ തുടങ്ങിയതാണോ ഈ വാട്സ്ആപ്പ് ഗ്രൂപ്പ്, മറ്റേ ഇത് ലെറ്റ്സ് ഡു ഇറ്റ്? അല്ല, ലെറ്റ്സ് ഡു ഇറ്റ് ഞാൻ പിന്നെ ആദ്യം ബിസിനസ് ഇവിടെ ചെയ്യുമ്പോൾ ഞാനൊക്കെ ഇങ്ങനെ പോവാറുണ്ട്. എനിക്ക് പ്ലാൻ ഷോപ്പ് ഉണ്ടായിരുന്നു. അപ്പം ഞാനൊക്കെ ഇങ്ങനെ ചെറിയ ഈവൻറ്റ്സ് ഉണ്ടാവുമല്ലോ, അതിൽ പോവും പ്ലാൻ്റായിട്ട്. ഞാൻ ആദ്യം ഇവിടെ വർക്ക് ചെയ്തിരുന്നു പർച്ചേസ് ആൻഡ് ഇൻവെൻട്രിയിൽ. ഓക്കെ, സൗദിയിൽ വന്നതിന് ശേഷം ഒരു 7 years വർക്ക് ചെയ്തിരുന്നു. പാരലലി ഞാൻ ട്യൂഷൻ എടുക്കും, എനിക്ക് പഠിപ്പിക്കാൻ പണ്ടേ ഇഷ്ടമാണ്. ഞാൻ IGCSE മാത്സ് ആൻഡ് ഫിസിക്സ് കെമിസ്ട്രി എടുക്കും, പണ്ടേ ഇഷ്ടമാണ്. ഞാൻ എപ്പോൾ വർക്ക് ചെയ്യണം എനിക്ക് കുറച്ച് സ്റ്റുഡൻസ് ഉണ്ടാവാറുണ്ട്. അത് രണ്ടും ചെയ്ത് പിന്നെ ഞാൻ പറഞ്ഞു ഒന്ന് ടീച്ചിങ്ങും ഒന്ന് പ്ലാൻസും ആണ് എൻ്റെ ഇഷ്ടം. അപ്പോൾ പ്ലാൻസിൻ്റെ ഹോബി ഉണ്ടായിരുന്നു. അങ്ങനെ പിന്നെ ഞാൻ വീട്ടിൽ നിന്ന് സെല് ചെയ്തു. പിന്നെ ഞാനൊരു ഷോപ്പ് ഓപ്പൺ ചെയ്തു. അപ്പോൾ ഈ ഷോപ്പ് ഓപ്പൺ ചെയ്ത സമയത്ത് ഇങ്ങനത്തെ ഗ്രൂപ്പ്സ് ഉണ്ടല്ലോ, അതൊന്നും മലയാളീസിൻ്റെ ഗ്രൂപ്പ്സ് അത്ര ഇല്ല.